തിരുവനന്തപുരത്ത് ഒരു അപകട വാർത്ത കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം വട്ടപ്പാറ മരുതൂർ പാലത്തിൽ KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് സംഭവം നടന്നിരിക്കുന്നത്. 20ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. SP ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്? ഈ രണ്ട് വാഹനവും ഓടിച്ച ഡ്രൈവർമാർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം ഈ 20ഓളം പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ, അവരുടെ അവസ്ഥ ഇപ്പോഴെങ്ങനെയാണ് ശ്രീനന്ദ? ഗൗതം, ഇന്ന് രാവിലെയോട് കൂടിയാണ് തിരുവനന്തപുരം വട്ടപ്പാറ മരുതൂർ പാലത്തിന് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന്. ഇന്ന് രാവിലെ 5:45 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 12ഓളം പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരം പത്തനംതിട്ട KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട KSRTC ബസ് എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായിരുന്നത്. 26 പേരാണ് ഇത് KSRTC ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ 12 പേരെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന ഈ ഒരു ബസ്സും KSRTC ബസ്സും ലോറിയും ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു പോലീസ്. ഇതുവരെയും ആ ഒരു നീക്കം ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു നീക്കം ചെയ്യുന്നത് മൂലം, ആക്സിഡന്റ് ഉണ്ടായത് മൂലം മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഒരു ആക്സിഡന്റിന്റെ ദൃശ്യം നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ രണ്ട് ഡ്രൈവർമാരും അരമണിക്കൂറോളം, ബസ്സിനും അതുപോലെ തന്നെ ലോറിയിലെയും ഡ്രൈവർമാർ അരമണിക്കൂറോളം അതിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശേഷമാണ് അരമണിക്കൂറിന് ശേഷം വളരെ സാഹസികമായാണ് ഉദ്യോഗസ്ഥർ ഇവരെ പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇതിൽ ലോറി ഡ്രൈവറുടെ നില ഗുരുതരമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KSRTC ഡ്രൈവറുടെ നിലയിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് കുറച്ച് മുൻപ് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു KSRTC ബസ്സിൻ്റെ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ബസ്സിൻ്റെ ഡ്രൈവർ സീറ്റ്, ആ ഭാഗം മുഴുവനായി തന്നെ ഇടിച്ചു കയറിയൊരു വ്യാപ്തി ഉണ്ടായി. ആ ഒരു ദൃശ്യങ്ങൾ തന്നെ ആ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം കുടുങ്ങിയിരിക്കുകയായിരുന്നു ഡ്രൈവർമാർ രണ്ടുപേരും. ഇപ്പോൾ ബസ് ഇവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇടിയുടെ ആഘാതം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ രാത്രി തന്നെ ഈ ഒരു ഭാഗത്തെല്ലാം നല്ലൊരു മഴ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മഴയിലായിരിക്കാം ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇവിടെ നിന്നുള്ള ആളുകൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇവിടെയുള്ള ഗതാഗത നിയന്ത്രണങ്ങളെല്ലാം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ബസ് ഇവിടെ നിന്ന് നീക്കം ചെയ്തു കഴിഞ്ഞു. ഇനി ലോറി മാത്രമാണ് നീക്കം ചെയ്യാനുള്ളത്. എന്തായാലും ബസ് ഡ്രൈവറും ലോറി ഡ്രൈവറും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലോറി ഡ്രൈവറുടെ നില ഗുരുതരമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി, രാത്രി അതിശക്തമായ മഴ തന്നെയാണ് ഇവിടെ ഈ ഭാഗങ്ങൾ ഉണ്ടായിരുന്നത്. മുൻപും സമാന രീതിയിൽ ഈ ഭാഗത്ത് ആക്സിഡന്റുകൾ നടന്നിട്ടുണ്ട്, അപകടങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ അപകടങ്ങളെല്ലാം തന്നെ ഈ ഒരു പാലത്തിൻ്റെ ആ ഒരു അവസ്ഥ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നുമുള്ള ഒരു റിപ്പോർട്ടുകൾ ഒക്കെ തന്നെ വരുന്നുണ്ട്. ആ ലോറിയുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ കഷ്ടം ഒരു സ്ഥിതിയിലാണ് ലോറി ഉള്ളത്. കാരണം ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ്. ആ ഒരു ഭാഗത്തായിട്ടാണ് ലോറി ഡ്രൈവറൊക്കെ തന്നെ കുടുങ്ങിക്കിടന്നത്. അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെഞ്ഞാറമൂട് നിന്ന് വന്നൊരു ലോറിയായിരുന്നു ഇത്. എന്തായാലും ഇവരിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറിൽ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കും. 12 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ഗൗതം. തിരുവനന്തപുരം വട്ടപ്പാറ മരുതൂർ പാലത്തിൽ KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുകയാണ്. ആ സംഭവ സ്ഥലത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശ്രീനന്ദയാണ് തത്സമയ റിപ്പോർട്ട് പങ്കുവച്ചത്. ഇപ്പോഴാ ലോറിയും അതോടൊപ്പം തന്നെ KSRTC ബസ്സും അവിടെ നിന്ന് മാറ്റി
ഗതാഗതം സുഗമമാക്കാനുള്ള ശ്രമം പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ വളരെ ദുഃഖകരമായ വാർത്ത, ആ ഡ്രൈവറിനും 2 ഡ്രൈവർമാർക്ക്, ബസ്സിൻ്റെയും അതോടൊപ്പം തന്നെ ലോറിയുടെയും ഡ്രൈവർക്കിടെയും ആരോഗ്യനില ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിരത്തിലിറങ്ങുന്ന ഘട്ടത്തിൽ നമ്മളെല്ലാം വളരെ ജാഗ്രതയോടുകൂടി വേണം വാഹനങ്ങൾ ഓടിക്കാൻ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാറുള്ളൂ. കാരണം ചെറിയ അശ്രദ്ധ മൂലമുണ്ടാകുന്നത് വലിയ അപകടങ്ങളാണ്. ഇത്തരം അപകടങ്ങളുടെ വാർത്തകളില്ലാതെ ഒരു ദിവസം പോലും നമുക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. കാരണം എപ്പോഴും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ വളരെ ജാഗ്രതയോടുകൂടി വാഹനങ്ങൾ ഓടിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ശ്രമിക്കുക എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുവാനുള്ളൂ.